തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളയിച്ച യുവാക്കൾ. വെള്ളിയാമ്പറമ്പ് കുളത്തൂർ വയലിലാണ് അഞ്ചരക്കണ്ടി സ്വദേശികൾ തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളയിച്ചത്. അഞ്ചരക്കണ്ടി സ്വദേശികളായ എം രോഷിത്, കെ നികേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ശാസ്ത്രീയമായ രീതിയിൽ തണ്ണിമത്തൻ കൃഷി ഇറക്കിയത്. വെള്ളിയാമ്പറമ്പ് പാടശേഖര സമിതിയുടെ സഹകരണത്തോടെയാണ് കൃഷി. 3 ഏക്കർ സ്ഥലം പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ പാട്ടത്തിനെടുത്താണ് കൃഷി ഇറക്കിയത്. ഗുജറാത്തിൽ നിന്ന് തണ്ണിമത്തന്റെ വിത്ത് കൊണ്ടുവന്നു. 2 മാസം മുൻപാണ് തണ്ണിമത്തന്റെ നടിയിൽ നടത്തിയത്. യുവാക്കളുടെ നല്ല രീതിയിലുള്ള പരിപാലനം കൂടിയായതോടെ തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളയിക്കാനായി. വിളവെടുപ്പ് മുൻ മന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പം നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ, നമുക്കാവശ്യമുള്ള പച്ചക്കറി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഒരു വർഷം 40 ലക്ഷം ടൺ പച്ചക്കറിക്കുള്ള മാർക്കറ്റ് കേരളത്തിലുണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് 9.5 ലക്ഷം ടൺ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മുഴുവൻ ഈ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരികയാണ്. അതാണെങ്കിൽ രാസവളങ്ങളും ശക്തമായിട്ടുള്ള കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ടാണ് വരുന്നത്. ഈ രാസവളങ്ങളും കീടനാശിനികളും വല്ലാത്ത തോതിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ മൂർച്ഛിച്ചു വരികയാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഫലഭൂയിഷ്ഠമായ മണ്ണിൽ ഈ മണ്ണിന് അനുയോജ്യമായ കാലാവസ്ഥക്ക് അനുയോജ്യമായ കൃഷി നമ്മൾ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കണം. ഇവിടെ നമ്മുടെ 2 ചെറുപ്പക്കാർ മുൻകൈയെടുത്ത് ഈ മണ്ണ് നല്ല മണ്ണാണ്, നല്ല കരിമണ്ണ് തന്നെയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇത്തരത്തിൽ വളരെയധികം സഹായകരമായിട്ടുള്ള ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കണം, കാർഷിക വിഭവങ്ങൾ ഉണ്ടാക്കണം. കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി അധ്യക്ഷത വഹിച്ചു. എം രതീഷ്, ടി കെ ലതിക, എം ഒ അങ്കിത, കെ കെ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.